നല്ലതിനെ അല്ല, ഏറ്റവും നല്ലതിനെ യേശു നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. വിലയുള്ളതിനെ അല്ല, ഏറ്റവും വിലയേറിയതിനെ അവിടുന്ന് നമ്മുടെ കൈകളിൽ വെച്ച് തരാൻ ഇഷ്ടപ്പെടുന്നു. പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് എത്രമാത്രം മൂല്യം കൽപ്പിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവായി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും ഏറ്റവും വിലയേറിയതൊന്ന് ഇന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എൻ്റെ കർത്താവ് വെച്ച് തരാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നവരെ, കർത്താവിൻ്റെ കൃപയുടെ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹങ്ങളിൽ വസിക്കുന്നവരെ, ദൈവിക സമാധാനം ഇന്ന് നിങ്ങളിലേക്ക് പകരുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഓരോ പ്രഭാതങ്ങളിലും വളരെ പ്രതീക്ഷയോടുകൂടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, പ്രവചനദൂത് കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന സ്നേഹനിധികളായ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒത്തിരി സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും അധികാരവും നിറഞ്ഞ ആ വലിയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്നേഹവന്ദനം. നമ്മളൊരു ജോലി ചെയ്യവേ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലെങ്കിൽ മാസത്തെ ശമ്പളം ഒരു 15,000 രൂപയാണെന്ന് വെക്കുക. അങ്ങനെ ഇരിക്കെ നമ്മളോട് ഒരാൾ പറയുകയാണ്, നിങ്ങൾ പുതിയൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ആ സ്ഥാപനവുമായി നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യൂ. അവിടെ അല്പം കൂടെ മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. 15,000 മേടിക്കുന്ന നിങ്ങൾ പെട്ടെന്ന് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. അതേ തുടർന്ന് നിങ്ങളുടെ സാലറി 30,000 ഇരട്ടിയായി. കഷ്ടപ്പാടും പ്രയത്നവും എല്ലാം ഏതാണ്ട് ഈക്വലൻ്റ് ആണ്. പക്ഷേ ആ കഷ്ടപ്പാടിന് തത്തുല്യമായി അവിടുന്ന് ആദ്യം ലഭിച്ചിരുന്നത് പോലെയല്ല രണ്ടാമത് ചെന്ന് ചേർന്നിടത്തുനിന്ന് 30,000 ലഭിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരാളുമായിട്ട് നിങ്ങൾ പരിചയപ്പെടുന്നു. അവർ പറയുകയാണ്, ഞാൻ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്, എനിക്ക് ഒരെണ്ണം തരപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അവിടേക്ക് വരുന്നോ? അവിടെ 45,000 രൂപ ലഭിക്കും. നിങ്ങൾ അവിടേക്ക് ചെല്ലുന്നു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ 15,000 തുടങ്ങി ഇപ്പോൾ ഒരു 75,000 നിൽക്കുകയാണ്. ഈ 75,000 എന്ന് പറയുന്ന ഈ ഒരു സാലറിയിലേക്ക് എത്തുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊരു മോശം പരിപാടിയാണ് കാണിച്ചത്? ആദ്യത്തെ ജോലി കളയാമായിരുന്നോ? നിങ്ങളതിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെന്ന് എനിക്കറിയാമല്ലോ, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണ്ടായിരുന്നോ? അപ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും? ഞാൻ അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ശരി തന്നെ. എനിക്ക് ആ സ്ഥാപനവുമായി യാതൊരു വിധത്തിലുള്ളതായ അസ്വാഭാവികമായ ഇടപെടലുകളോ മുഖം കറുത്തുള്ളതായ പ്രതികരണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അഭിപ്രായ ഭിന്നതകളൊന്നും തന്നെയില്ല. പക്ഷേ എൻ്റെ കഷ്ടപ്പാടിന് 75,000 രൂപ വരെ തരാൻ തയ്യാറായിരിക്കുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ വന്നിരിക്കുന്നു. ഞാൻ അവിടെ ജോലി ചെയ്യുന്ന എനിക്കത് ലഭിക്കുന്നുണ്ട്. ഇത്രയും മൂല്യം എനിക്ക് അവിടെ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ 15,000-ഉം 30,000-ഉം 45,000-ഉം എല്ലാം ലഭിച്ചിരുന്ന കമ്പനികളെ എല്ലാം സ്കിപ്പ് ചെയ്ത് അവിടെ നിന്നെല്ലാം ജോലി വേണ്ടെന്ന് വെച്ച് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ചുരുക്കത്തിൽ, വിലയേറിയ ഒന്നിനെ നേടാൻ വില കുറഞ്ഞ പലതിനെയും നമ്മൾ വേണ്ടെന്ന് വെച്ചു. ഒന്നുകൂടെ, വിലയേറിയതിനെ നേടാൻ വില കുറഞ്ഞ പലതിനെയും നമ്മൾ വേണ്ടെന്ന് വെച്ചു. എന്നാൽ ഞാൻ നേരെ തിരിച്ചൊന്നുകൂടെ പറയുകയാണ്. 1,00,000 രൂപ സാലറി മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അദ്ദേഹം തൻ്റെ ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് റിസൈൻ ലെറ്റർ കൊടുത്തിട്ട് നേരെ നമ്മൾ ആദ്യം വർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്ന സ്ഥലത്തെ 15,000 രൂപ മാസവരുമാനം കിട്ടുന്ന ജോലിയിലേക്ക് എത്തിയാൽ നിങ്ങൾ ആ വ്യക്തിയെ ഏത് പേര് വിളിക്കും? ഇദ്ദേഹത്തിന് എന്താ ഭ്രാന്തുണ്ടോ? ഇത്രയും നല്ല ജോലി, ഇത്രയും നല്ല മാസവരുമാനം, ഇത്രയും നല്ല ഫെസിലിറ്റീസ് ഇതെല്ലാം കളഞ്ഞിട്ട് ഈ ഒരവസ്ഥയിലേക്ക് ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ താണു വന്നത്? സത്യത്തിൽ ഇതൊരു വല്ലാത്തൊരു തീരുമാനമായിപ്പോയി. ചുരുക്കത്തിൽ, നമ്മളെല്ലാം ഈ താഴെ നിന്ന് ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ഒരാൾ മാത്രം ആ ഉയരത്തിൽ നിന്ന് നേരെ താഴേക്ക് നോക്കുവാൻ തയ്യാറായി. നമ്മുടെ എല്ലാം വീട്ടിൽ ഏണി എന്ന് പറയുന്ന സാധനമുണ്ട്. കുരുമുളക് പറിക്കാനും ബൾബൊക്കെ ഫ്യൂസ് ആകുമ്പോൾ അത് മാറിയിടാനും ഒക്കെ നമ്മൾ ഏണി ചാരി വെച്ചിട്ട് കയറും. നമ്മൾ ഏണി ഉപയോഗിക്കുന്നത് താഴേന്ന് മുകളിലോട്ട് കയറാനാണ്. പക്ഷേ ഒരാൾ മാത്രം
ആ ഏണിയെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ഉപയോഗിച്ചു. നമ്മളും അദ്ദേഹവും തമ്മിലുള്ള വ്യത്യാസം ഇത് മാത്രമാണ്. നമ്മൾ ഇത് ഉപയോഗിച്ചത് മുകളിലേക്ക് കയറാനാണെങ്കിൽ അദ്ദേഹം ഇതിനെ ഉപയോഗിച്ചത് താഴേക്ക് ഇറങ്ങാനാണ്. ഉയരത്തിലെ മഹിമകളേക്കാൾ താഴ്ചയുടെ ജീവിതത്തിലെ താണഭൂമിയുടെ വേദനകളിലേക്ക് താണിറങ്ങി വന്ന ആ വിചിത്രമായ തീരുമാനമെടുത്ത വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. ഉന്നതത്തിൽ അധിവസിക്കുന്നിടത്തു നിന്നും താഴെക്കിടയിലേക്ക് താണിറങ്ങാൻ യേശുവിനെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ മുഖമായിരുന്നു. നിങ്ങളുടെ മുഖമായിരുന്നു. കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്കൊരു വിലയുമില്ല, എന്നെ ആർക്കും വേണ്ട, ഞാനിവിടെ ജീവിക്കുന്നതിലൊരർത്ഥമില്ല എന്നൊക്കെ സ്വയം പഴി പറഞ്ഞ് ഇങ്ങനെ മനോവ്യതകൾ കാക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരിക്കലെങ്കിലും ഈ ദൂതൊന്ന് കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കും വേണ്ട എന്ന് പറഞ്ഞ നിങ്ങളെ തേടി എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഇവിടെ. ഒരു വിലയുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളെ തേടി എല്ലാ വിലയും മുടക്കിയിട്ടൊരാൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം സാക്രിഫൈസ് ചെയ്തിരിക്കുന്ന, ഇത്രത്തോളം മൂല്യം നിങ്ങൾക്ക് കൽപ്പിച്ചിരിക്കുന്ന ആളുടെ പേര് കർത്താവായ യേശു എന്നാണ്. യേശുവിൻ്റെ സ്നേഹമാണ് മറ്റുള്ളവരിലേക്ക് യേശുവിനെ ഇന്നുവരെയും ആകർഷിച്ചിട്ടുള്ളത്. യേശുവിൻ്റെ അത്ഭുതങ്ങളെക്കാൾ മനുഷ്യ ഹൃദയങ്ങൾ യേശുവിൽ വേരിറങ്ങിയത് യേശുവിൽ വെളിപ്പെട്ട സ്നേഹത്തിൻ്റെ തീവ്രത നിമിത്തമാണ്. യേശു ഒത്തിരി പേരെ സൗഖ്യമാക്കിയെന്നും യേശു ഒത്തിരി പേരെ ഉയർപ്പിച്ചുവെന്നും യേശുവിൻ്റെ നാമത്തിൽ ഇന്നും ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്നും എല്ലാം നമുക്കറിയാം. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അറിയുമ്പോഴും യേശുവുമായി നിങ്ങൾ എന്തുകൊണ്ട് ഇത്രമേൽ അറ്റാച്ച്ഡ് ആയിരിക്കുന്നു എന്ന് എന്നോട് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ കാരണം യേശുവിൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ യേശുവിലെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത് യേശുവിൻ്റെ സ്നേഹം തന്നെയാണ്. യേശു തന്നെക്കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിലുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ നല്ല ഇടയനാകുന്നു. എന്നിട്ട് കർത്താവ് ഒരു വാക്കൂടെ പറയുകയാണ്: നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. 15,000 രൂപയുടെ ജോലിക്ക് വേണ്ടി 1,00,000 രൂപയുടെ ജോലി ആരും വേണ്ടെന്ന് വെക്കില്ല. പകരം 1,00,000 രൂപയുടെ ജോലി നേടാൻ 15,000 രൂപ സാലറി കിട്ടുന്നൊരു ജോലി പണ്ടേ ഉപേക്ഷിക്കും. ലോകത്തിൽ ഇതുപോലെ ഒരു ഇടയൻ്റെയും ജീവന് വേണ്ടി 100 ആടിനെ ബലി കഴിക്കേണ്ടി വന്നാലും മനുഷ്യനത് ചെയ്യും. എന്നാൽ ഒരാടിനെ രക്ഷിക്കാൻ ലോകത്ത് ഇന്ന് വരെയും ഒരു ഇടയൻ്റെയും ജീവൻ ഒരു ഇടയന്മാരും സാക്രിഫൈസ് ചെയ്യാൻ മനഃപൂർവ്വമായി തയ്യാറാകത്തില്ല. അപകടവശാൽ ഒരുപക്ഷെ മരണപ്പെട്ടെന്ന് വന്നേക്കാം. എന്നാൽ പോലും മനഃപൂർവ്വമായി അറിഞ്ഞുകൊണ്ട് ഒരാടിനു വേണ്ടി ഒരിടയൻ്റെ ജീവിതം ആരും പകരം കൊടുക്കത്തില്ല. ഒരു മൃഗത്തെ രക്ഷിക്കാൻ ഒരു മനുഷ്യനെ കുരുതി കൊടുക്കത്തില്ല. പകരം മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി എത്ര മൃഗങ്ങളെ വേണമെങ്കിലും ഇല്ലായ്മ ചെയ്യാനും തയ്യാറായെന്ന് വന്നേക്കാം. ഇവിടെ യേശു പറയുന്നു, സാധാരണ ഇടയനു വേണ്ടി ആട് ജീവൻ കൊടുത്താലും ആടിനു വേണ്ടി ഇടയൻ ജീവൻ കൊടുക്കത്തില്ല. എന്നാൽ ഞാൻ വ്യത്യസ്തനാണ്. ഞാൻ നല്ല ഇടയനാണ്. എന്തുകൊണ്ട് ഞാൻ നല്ല ഇടയനാകുന്നു? ലോകത്തിൽ ഒരു ഇടയനും ചെയ്യാത്തൊരു കാര്യം ഞാൻ എൻ്റെ ആടിനു വേണ്ടി ചെയ്യും. അതാണ് എന്നെ നല്ല ഇടയനാക്കുന്നത്. ലോകത്തിൽ ഒരു ഇടയനും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ എൻ്റെ ആടിനു വേണ്ടി ചെയ്യും. കർത്താവായ യേശുവിൻ്റെ മേശിൽപ്പുറത്തെ ആടാകുന്നതിനേക്കാൾ വലിയ ഭാഗ്യം ഈ ലോകത്ത് വേറെ കിട്ടാനില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് നമ്മൾ എപ്പോഴും പറയും. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല എന്ന് പറയാൻ നമുക്ക് ആക്കം തരുന്നത് ഈ ഇടയൻ ആരാണ് എന്നുള്ള പ്രഖ്യാപനമാണ്. യഹോവ എൻ്റെ ഇടയനാണ്, തന്നിമിത്തം എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പിന്നീട് പറയുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിച്ചിട്ട് നാളുകളായെങ്കിൽ ജീവിതം
പച്ചപ്പുൽ മേച്ചിൽപ്പുറത്തിൽ എന്നതുപോലെ മേയാൻ അനുഭവം കിട്ടിയിട്ട് കാലം കുറേ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്നും മരുഭൂമിയിലും വരണ്ട നിലത്തിലുമാണ് ജീവിതം കഴിച്ചു കൂട്ടുന്നതെങ്കിൽ, നിങ്ങൾ നല്ലൊരു മേച്ചിൽപ്പുറത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ ഇന്നുവരെയും സ്വസ്ഥതയുടെയും സൗഖ്യത്തിൻ്റെയും വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഈ മേച്ചിൽപ്പുറത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ മൃത്യു എന്ന ഇടയൻ മേയ്ക്കുന്ന മേച്ചിൽപ്പുറത്തു നിന്നും യേശു എന്ന ജീവൻ്റെ ഇടയൻ മേയ്ക്കുന്ന നല്ല മേച്ചിൽപ്പുറത്തിലേക്ക് നിങ്ങളൊന്ന് മാറി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. യേശു ഇടയനാകുമ്പോൾ ജീവിതം ബുദ്ധിമുട്ടുകളില്ലാത്തതാകും. യേശു ഇടയനാകുമ്പോൾ ജീവിതത്തിൽ സ്വസ്ഥത പാനം ചെയ്യാൻ കഴിയും. യേശു ഇടയനായി തീരുമ്പോൾ പച്ചപ്പുൽ ശയ്യകളിൽ കിടന്നുറങ്ങാൻ നമുക്ക് കൃപകൾ ലഭിക്കുന്നു. ഇന്നത്തെ ഈ ദൈവിക ആലോചന കേൾക്കുമ്പോൾ ആകമാനം സങ്കടങ്ങളും വേദനകളും നിറഞ്ഞ ജീവിതത്തിൻ്റെ വല്ലായ്മകളിലേക്ക് ഈ ദൂത് ഇന്ന് രാവിലെ ഒരു സ്നേഹമായി, സൗഖ്യമായി, സമാധാനമായി ഇറങ്ങി വരികയാണ്. എൻ്റെ യേശു ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവനെ നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ നടത്താം. കർത്താവിൻ്റെ ആലോചന വളരെ ശക്തമായി നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നു. ഞാൻ നിങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ മടുത്തും തളർന്നും പോയ ഈ സാഹചര്യത്തിൽ ഞാൻ അല്പകാലം നിങ്ങളെ മേയിക്കാം. അല്ല, ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ നിങ്ങളെ നടത്താം. എൻ്റെ ഒപ്പം വരൂ. നിങ്ങൾ ക്ഷീണിക്കാത്തൊരു പുതിയ ജീവിതം ഞാൻ നിങ്ങൾക്ക് സമ്മാനിക്കാം. എൻ്റെ ഒപ്പം എന്നെ വിശ്വസിച്ചിറങ്ങിക്കോളൂ. നീ തളർന്നു പോകാത്ത പുതിയൊരു ലൈഫ് നിനക്കുണ്ടെന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാം. നീ നിന്നെ തന്നെ പോറ്റുവാൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ നിന്നെ പോറ്റിപ്പുലർത്തുന്ന കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം. ഇത് പറയുന്ന ആളുടെ പേര് കർത്താവായ യേശു എന്നാണ്. അവിടുന്ന് നമ്മളോട് പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. യേശുവിനെ നല്ല ഇടയനാക്കുന്നത് എന്താണ്? യേശു നൽകുന്ന ഫെസിലിറ്റീസ് അല്ല. യേശുവിനെ നല്ല ഇടയനാക്കുന്നത് അതും ഒരു കാരണമാണെങ്കിൽ കൂടിയും യേശു തന്നെ പറഞ്ഞ വാക്ക്, ഞാൻ നല്ല ഇടയനാകുന്നത് നല്ല പുല്ല് തിന്നാൻ കൊടുക്കുന്നത് കൊണ്ടോ, നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് കൊണ്ടോ, നല്ല പരിപാലനം കൊടുക്കുന്നത് കൊണ്ടോ അല്ല ഞാൻ നല്ല ഇടയനാകുന്നത്. അതും എൻ്റെ ആടുകൾക്ക് എന്നിൽ നിന്നും കിട്ടും. എല്ലാ ആടുകൾക്കും അവരുടെ ഇടയന്മാരിൽ നിന്നും അത്തരം ഒരു പരിപാലനം കിട്ടിയേക്കാം. എന്നാൽ എന്നെ നിൻ്റെ ജീവിതത്തിൽ നല്ല ഇടയനാക്കുന്നതിൻ്റെ ഏക കാരണം, ലോകത്ത് ഒരാടിന് വേണ്ടിയും ഇടയൻ ജീവൻ ഹോമിക്കത്തില്ല. എന്നാൽ ആടൊരു പക്ഷേ ഇടയന് വേണ്ടി ചാകേണ്ടി വന്നേക്കാം. എന്നാൽ ഞാൻ വ്യത്യസ്തനാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയനായ ഞാൻ എൻ്റെ ആടായ നിനക്ക് വേണ്ടി എൻ്റെ ജീവനെ നൽകുന്നു. ആമേൻ. ജീവൻ പോലും തരുന്ന സ്നേഹം. സത്യത്തിൽ ഇതൊക്കെ പറയുമ്പോൾ ഈ ജീവൻ തരുന്നു, ജീവൻ നൽകി സ്നേഹിക്കുന്നു, ഇതൊക്കെ പാടിയും പറഞ്ഞും കേട്ടും പ്രസംഗിച്ചും ആ വാക്കിൻ്റെ ജീവനും സൗന്ദര്യവും അങ്ങ് കെടുത്തിക്കളഞ്ഞേക്കുക. അത്രത്തോളം ആ വാക്കിൻ്റെ സൗന്ദര്യത്തെ നമ്മളുടെ വാഗ്ധോരണികൾ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. എങ്കിലും പറയാതിരിക്കുക നിർവാഹമില്ല. ആത്മാവിൻ്റെ കുളിർമയുള്ള ആ ഒരു പദമായി ഞാൻ പറയട്ടെ. എൻ്റെ അന്തരാത്മാവിൽ ലയിച്ചു ചേർന്ന സ്നേഹഭാഷയിൽ ഞാൻ നിങ്ങളോട് ഈ ദൈവസ്നേഹത്തിൻ്റെ ദൂത് പറയട്ടെ. യേശു നല്ല ഇടയനാണ്. ജീവൻ തന്ന് സ്നേഹിക്കത്തക്കവണ്ണം അവിടുന്ന് നമ്മളെ വിലയുള്ളവരായി കാണുന്നു. ഇന്നലെ എൻ്റെ ഓഫീസിൽ വളരെ ദൂരേന്നൊരു അമ്മയും മോളും കൂടെ പ്രാർത്ഥിക്കാൻ വന്നു. ആ കുഞ്ഞിന് വേണ്ടി, ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശു എന്നോട് പറഞ്ഞ ദൂതുകൾ, അവളോട് പറയാൻ വേണ്ടി പറഞ്ഞ വാക്കുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ വാക്കുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ സാക്ഷിയാക്കിയാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ ദൈവാലോചന പറഞ്ഞപ്പോൾ എനിക്ക് പൊട്ടിക്കരയേണ്ടതായിട്ട് വന്നു. എൻ്റെ കരച്ചിലടക്കാൻ ഞാൻ ആകെ ശ്രമിച്ചു. മരവിപ്പ് ബാധിച്ചൊരു ഹൃദയവുമായി എൻ്റെ കൺമുമ്പിൽ അവളിങ്ങനെ ഇരുന്നു. മങ്ങി, അതായത് കാഴ്ച, കണ്ണുനീര് കണ്ണിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്, കാഴ്ച ബ്ലറായിരിക്കുകയാണ്. ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് കണ്ണ് തുടച്ചിട്ട് ഞാൻ ആ കുഞ്ഞിനോട് പിന്നെയും ദൈവിക ദൂത് പറയുമ്പോൾ മെല്ലെ കണ്ണിങ്ങനെ അവളുടെ നനഞ്ഞു വരുന്നത് കാഴ്ച ഞാൻ കണ്ടു. പിന്നെ അതൊരു കരച്ചിലായി. ഏങ്ങലടിക്കാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി, വാ വിട്ട് കരയാൻ തുടങ്ങി. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. ചേർത്ത് പിടിക്കാൻ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജീവിതത്തിൻ്റെ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ നിമിത്തം ഒരുപാട് ഒറ്റപ്പെട്ടു പോയി. മുൻപോട്ടേക്ക് പ്രതീക്ഷ ഇല്ലാതെ പോയൊരു സാഹചര്യത്തിൽ എന്ന പോലെ മനസ്സ് വല്ലാതെ കൈവിട്ടുപോയി. അവിടെ കിടന്ന് ഉലയുന്ന വേളയിലാണ്
അവളുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ അവളോടുകൂടെ നടന്ന യേശുവിൻ്റെ സ്നേഹ സാന്നിധ്യത്തെക്കുറിച്ചും അവൾ ചിന്തിച്ച ചിന്തകളെക്കുറിച്ചും അവൾക്ക് സ്വന്തം ജീവിതത്തിലെ നിസ്സാരം അവൾ ധരിച്ചൊരു വസ്ത്രത്തെക്കുറിച്ച് പോലുമുള്ള സങ്കടങ്ങൾ അവൾ ആരോടും പറയാതെ ഒറ്റയ്ക്കിരുന്ന് പദം പറഞ്ഞ് കരഞ്ഞതിനെക്കുറിച്ച് യേശു അവളോട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ ദൂതിൻ്റെ ആക്രോസിയെക്കുറിച്ച് പറയാനോ അതിൻ്റെ ആഴം വലുതാണെന്ന് പറയാനോ ഒന്നുമല്ല ഞാനിത് പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ എത്രത്തോളം കരുതലൊരു ജീവിതത്തിൻ്റെ മേൽ നൽകുന്നു എന്നതിൻ്റെ വ്യക്തമായൊരു തെളിവായിരുന്നു യേശു പറഞ്ഞ വാക്കുകൾ. കരഞ്ഞു, വിട്ട് കരഞ്ഞു. ഒടുവിൽ ഇന്നലകൾ ഇങ്ങനെയാണെങ്കിൽ, നിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇന്നതാണെങ്കിൽ, നാളെ ഈ സ്നേഹം നിന്നെ എത്തിക്കാൻ പോകുന്നത് എവിടെയാണെന്നുള്ള കാര്യവും കൃത്യമായി പരിശുദ്ധാത്മാവ് അവളോട് പറഞ്ഞു. ജീവൻ്റെ സമൃദ്ധിയുമായിട്ട് തിരിച്ചുപോയി. അനുഗ്രഹിക്കപ്പെട്ടൊരു മനസ്സുമായിട്ടാണ് എൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. നല്ല ഇടയൻ, ജീവൻ തരാൻ തയ്യാറാകുന്ന ഇടയൻ. എന്തിനാ ജീവൻ തരുന്നത്? ജീവൻ എന്തിനാ തരുന്നത്? നമ്മൾ ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് ജീവൻ തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചാകാതിരിക്കാൻ വേണ്ടിയാണ് സ്വന്തം ജീവൻ തരുന്നത്. എവിടെയോ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു സാഹചര്യത്തിൽ, ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ, ജീവിക്കാൻ ഒട്ടുമേ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഈ ലൈഫ് ഗെയിമിൽ നിന്നും സുല്ലിട്ട് പിന്മാറാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ, അവിടെയാണ് യേശുവിൻ്റെ ഈ ആർദ്രത നമ്മളെ തേടി വരുന്നത്. പാടില്ല കുഞ്ഞെ, പാടില്ല. ഈ സാഹചര്യം നീ അതിജീവിക്കും. ജീവൻ തന്നും നിന്നെ ഞാൻ ജയിപ്പിക്കും. ജീവൻ തന്നും ഞാൻ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ജീവൻ തന്നും ഞാൻ നിൻ്റെ കൂടെ നിൽക്കും. ഞാൻ നിൻ്റെ നല്ല ഇടയനാണ്. ഞാൻ നിന്നെ ഇട്ടേച്ചു പോകത്തില്ല. ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തത്തില്ല. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തത്തില്ല. ഞാൻ നിൻ്റെ കുറവെണ്ണി നിന്നെ ഒറ്റപ്പെടുത്തത്തില്ല. ഞാൻ നിന്നെ വേണ്ടെന്ന് വെച്ച് വഴിയാധാരമാക്കി കളയത്തില്ല. നിൻ്റെ കുറവുകൾ നിമിത്തമോ നിൻ്റെ വീഴ്ച നിമിത്തമോ നിൻ്റെ ഒറ്റപ്പെടലിൻ്റെയും പതനങ്ങളുടെയും ആധിക്യ നിമിത്തമോ നീ ഒരു ബാധ്യതയായി തീരുമെന്നറിഞ്ഞിട്ടും നിന്നെ കളയാതെ ഞാൻ നിന്നെ കൊണ്ടു നടക്കും. ഈ വാക്ക് പറയുന്നത് നല്ല ഇടയനാണ്. താങ്ക് യു ജീസസ്. യേശു വരുന്നു, അവിടുന്ന് പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ഞാനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, ആടുകൾ ഒരു പക്ഷേ ഇടയന് വേണ്ടി ജീവൻ ഹോമിക്കേണ്ടി വന്നേക്കാം. എന്നാലും ഇടയന്മാരാരും ഒരാടിന് വേണ്ടി പോലും ജീവൻ കൊടുക്കാൻ തയ്യാറാകുമായിരുന്നില്ല. മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, 15,000 രൂപ കിട്ടുന്ന ജോലിക്ക് വേണ്ടി 1,00,000 രൂപ ശമ്പളം കിട്ടുന്ന ആ ഒരു തസ്തിക നമ്മൾ കളയത്തില്ല എന്ന് പറഞ്ഞതുപോലെ, ആടിനു വേണ്ടി ഇടയൻ ഒരിക്കലും തൻ്റെ ലൈഫിൻ്റെ സൗഭാഗ്യങ്ങൾ വേണ്ടെന്ന് വെക്കില്ല. പക്ഷേ യേശു അത് വെച്ചു കേട്ടോ. അതാണ് കാൽവറി ക്രൂശ് നമ്മളോട് പറയുന്നത്. ലോകത്താരും ചെയ്യാത്തതിന് ഘടക വിപരീതമായി യേശു ചിലത് ചെയ്യുന്നു. ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത നിലയിലുള്ള ചില ചിന്തകൾ യേശുവിൻ്റെ ചിന്താമണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്നു. ആരും പ്രവർത്തിക്കാത്ത ചില പ്രവർത്തിക്ക് ഉതകുന്ന പ്രതികരണങ്ങൾ യേശുവിൻ്റെ മനോമുകുരത്തിൽ ഉടലെടുക്കുന്നു. എന്തായി പറയുന്നതിൻ്റെ സാരാംശം? വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ലോകത്തിൽ ഇന്ന് പകല് ആരും നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ യേശു നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുകയാണ്. ആരും നിങ്ങൾക്ക് വേണ്ടി വില മുടക്കാത്തതുപോലെ നിങ്ങൾക്ക് വേണ്ടി ചെലവിടുന്ന കാര്യം കർത്താവ് പ്ലാൻ ചെയ്യുന്നു. ആരും സേവ് ചെയ്യാത്തതുപോലെ നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ യേശു ഒരു ചിന്തയിലാണ്. കർത്താവിൻ്റെ ആലോചന നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോഴത്തെ ലൈഫ് എന്താണോ ആ ജീവിതാവസ്ഥയിൽ ലോകത്താരും ചിന്തിക്കാത്തതുപോലെ കർത്താവ് കാര്യങ്ങൾ ചിന്തിക്കുന്നതിനാൽ നിൻ്റെ ജീവിതം നേരെ തിരിയാൻ പോകുകയാണ്. ഇപ്പോഴത്തെ ദുരിതത്തിൽ നിന്നും ശ്രേഷ്ഠമായൊരു സൗഭാഗ്യത്തിലേക്ക് യേശു നിൻ്റെ ലൈഫിനെ തിരിക്കാൻ പോകുകയാണ്. ഈ രോഗാതുരമായ അനുഭവങ്ങളിൽ നിന്നും ആരോഗ്യദൃഢഗാത്രമായ പുതിയൊരു ജീവിത സൗഭാഗ്യാവസ്ഥയിലേക്ക് യേശു നിന്നെ ഒന്ന് തിരിക്കാൻ പോകുകയാണ്. ആരും ചെയ്യാത്തൊരു പ്രവൃത്തി യേശു നിന്റെ മേൽ ചെയ്യും. ലോകത്താരും നടപ്പിലാക്കാത്തൊരു പദ്ധതി യേശു നിന്റെ മേൽ നടപ്പിലാക്കും. ലോകത്താർക്കു വേണ്ടിയും തുറക്കാത്തൊരു വാതിൽ അവിടുന്ന് നിനക്ക് വേണ്ടി തുറക്കും. ലോകത്തിന്ന് വരെയും ഒരിടയനും ഒരാടിനു വേണ്ടി ചെയ്യാത്തത് യേശു നിനക്ക് വേണ്ടി ചെയ്യും. ജീവൻ തരാനും തയ്യാറാണെങ്കിൽ
അതിന് താഴെയുള്ളതെല്ലാം എത്രയധികമായിട്ട് തരും. അതിൽ നിങ്ങൾക്ക് വേണ്ട സമ്പത്തുണ്ട്, അതിൽ നിങ്ങൾക്കുള്ള നല്ല ഭാവിയുണ്ട്, അതിൽ നിങ്ങൾക്കുള്ള സൗഖ്യമുണ്ട്, അതിൽ നിങ്ങൾക്കുള്ള സമൃദ്ധമായ ജീവിതമുണ്ട്, അതിൽ നിങ്ങൾക്കുള്ള അഭിഷേകമുണ്ട്, അതിൽ നിങ്ങൾക്കുള്ള പ്രശസ്തിയുണ്ട്, അതിൽ നിങ്ങൾക്കുള്ള സമാധാനമുണ്ട്, അതിൽ നിങ്ങൾക്കുള്ള തലമുറയുടെ നല്ല ജീവിത കാഴ്ചകളുണ്ട്, അതിൽ നിങ്ങൾ കാത്തിരിക്കുന്ന തലമുറയുടെ പിറവിയുണ്ട്, അതിൽ നീ ആഗ്രഹിക്കുന്ന രാജ്യത്തേക്ക് എത്തിച്ചേരുവാനുള്ള പുതിയ വാതിലുകളുണ്ട്. ഞാനൊരു ദൂത് പറയാം. തൻ്റെ ജീവനേക്കാൾ ചെറുതായത് എങ്ങനെ കിട്ടുമെന്നോർത്തിന്നാരും പേടിക്കണ്ട. ജീവൻ കൂടെ തരാൻ തയ്യാറായ സ്ഥിതിക്ക്, ഒന്നുകൂടെ, ജീവൻ കൂടെ തരാൻ തയ്യാറായ സ്ഥിതിക്ക്, ജീവൻ തന്നും നല്ലിടയനാണെന്ന് തെളിയിച്ചിരിക്കുന്ന സ്ഥിതിക്ക്, നിങ്ങളുടെ ജീവിതത്തിനു വേണ്ടതെല്ലാം സമൃദ്ധമായി ഒട്ടും പിടിച്ചു വെക്കാതെ ഔദാര്യമായി തന്നെ അവിടുന്ന് തുറന്നു വിടാൻ പോവുകയാണ്. ഒന്ന് ധൈര്യത്തോടെ പറഞ്ഞേ, എൻ്റെ കർത്താവിൻ്റെ കരത്തിൽ നിന്നും എൻ്റെ സമൃദ്ധമായ ജീവിതത്തിനു വേണ്ടി വരേണ്ടതിനെയെല്ലാം എൻ്റെ യേശുവിന്ന് തുറന്നു വിടുകയാണ്. റമന ജഗൽഖനാദരകടകസ്മനാദിയാന്തരെ. ജീവൻ്റെയും ജീവിതത്തിൻ്റെയും നല്ല സമൃദ്ധി കർത്താവായ യേശുവിന്ന് നമുക്ക് വേണ്ടി തുറക്കുകയാണ്. ഒന്നുകൂടെ, ജീവൻ്റെയും സമൃദ്ധമായ ജീവിതത്തിൻ്റെയും സമൃദ്ധി യേശുവിന്ന് നമുക്ക് വേണ്ടി തുറക്കുകയാണ്. യേശു പറയുന്നു, നല്ല ഇടയൻ, നല്ല ഇടയൻ. എൻ്റെ യേശു നല്ലവനെന്ന് നിങ്ങൾ പറഞ്ഞതൊക്കെയും നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന എന്തോ ഒരു അനുഭവമോ ഒരു വിടുതലോ ഒരു സൗഖ്യമോ ഒരു വലിയ സാക്ഷ്യമോ നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോഴാണ്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദൈവം എന്നേക്കുമുള്ളത് എന്നൊക്കെയുള്ളതായ പാട്ടുകൾ ചുമ്മാ അർത്ഥം ചിന്തിക്കാതെ പെട്ടെന്ന് എല്ലാവരും പാടും, കൂട്ടത്തിൽ പാടും. എന്നാൽ എൻ്റെ ദൈവമേ നീ നല്ലവനാണ് എന്ന് നെഞ്ചിൽ തട്ടി പറയുന്നതിൻ്റെ തൊട്ടുപുറകിൽ ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ അധ്യായം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആസ്വദിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദൂത് ശ്രദ്ധിച്ചു കേട്ടു. എൻ്റെ യേശു നല്ലവനെന്ന് ആത്മാർത്ഥമായ ബോധ്യത്തോടുകൂടെ പറയത്തക്കവണ്ണം നല്ല യേശു വിലയേറിയതും ഏറ്റവും നല്ലതുമായ ഒരു നന്മയെ ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് തരാൻ പോവുകയാണ്. എൻ്റെ യേശു എനിക്ക് വേണ്ടി ഇത് ചെയ്തു, എൻ്റെ കർത്താവ് എത്ര നല്ലവൻ, എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, എൻ്റെ യേശുവേ അങ്ങേപ്പോലെ ഒരുവൻ വേറെ ഇല്ല എന്നിങ്ങനെ ആത്മാർത്ഥമായി പറയത്തക്കവണ്ണം, നെഞ്ചിൽ തട്ടിപ്പറയത്തക്കവണ്ണം ശ്രേഷ്ഠമായത് എന്തോ ഒന്ന് നിന്റെ ജീവിതത്തിൽ ഇന്ന് പ്രവേശിക്കാൻ പോവുകയാണ്. ആ രണ്ട് കരങ്ങളും ഉയർത്തി യേശുപ്പച്ചനൊന്ന് നന്ദി പറഞ്ഞേരെ. അടുത്ത വാക്ക്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. കൊടുക്കും, ഒന്ന് പറഞ്ഞേ, കൊടുക്കും. ആര് കൊടുക്കും? ആടുകൾ പറ, ആരാ കൊടുക്കുന്നേ? ഇടയൻ. വീട്ടാൻ വയ്യാത്ത കടങ്ങളെ ഓർത്ത് വേദനിക്കുന്നവർ നീ ദൂതന് ആമേൻ പറഞ്ഞോണം. നിനക്ക് വേണ്ടി വിലയേറിയത് കൊടുക്കാൻ തക്ക സമൃദ്ധിയും പ്രാപ്തിയുമുള്ളൊരു ഇടയൻ നിന്റെ ജീവിതത്തിലുണ്ട്. നിനക്ക് വീട്ടാൻ വയ്യാത്തതിനെ അവൻ ഏറ്റെടുക്കും. നിനക്ക് പരിഹരിപ്പാൻ വയ്യാത്തതിനെ അവൻ പിടിച്ചോളും. നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങൾ അവൻ്റെ കൈ നിനക്ക് വേണ്ടി ചലിപ്പിക്കും. ഇന്നത്തെ ഈ ദൈവിക ദൂതിൻ്റെ മുമ്പിൽ അനേക ഭവനങ്ങളുടെ കണ്ണുനീരിനെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായും തുടയ്ക്കുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ആയിരങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ഇന്നത്തെ ഈ ഒരു ദൈവാലോചനയുടെ സമയത്ത് പരിഹരിക്കുകയാണ്. ഗ്ലോറി ടു ജീസസ്. അസാധാരണമായ ചില അത്ഭുത വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നു ഞാൻ ആത്മാവിൽ കാണുന്നു. ഇന്ന് നിന്റെ ജോലി സ്ഥലത്ത് ദൈവം നിന്റെ കയ്യിലൊരു ലെറ്റർ തരും. ഈ ദൂത് ഇന്ന് പകൽ കേട്ടിട്ട് അത് ജീവിതത്തിൽ സംഭവിക്കുന്നവരുടെ ടെസ്റ്റിമണി കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ഇന്ന് നിന്റെ ജോലി സ്ഥലത്ത് ഒരു ലെറ്റർ നിന്റെ കയ്യിൽ കിട്ടും. അതിൻ്റെ അകത്ത് നാളുകൾ കൊണ്ട് നീ കാത്തിരുന്നിട്ട് കിട്ടാതിരുന്നൊരു പ്രൊമോഷനെ കുറിച്ചുള്ളതായ വിശദീകരണമായിരിക്കും. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾക്ക് നീ വിധേയപ്പെടാൻ പോവുകയാണ്. ദൈവം നിന്റെ ജീവിതത്തിൽ മഹത്തരമായതിനെ തുറക്കുകയാണ്. താങ്ക് യു ജീസസ്. കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞു, പാസ്റ്ററേ, ഒരു ടെർമിനേഷൻ ലെറ്ററാണ് എനിക്ക് കിട്ടിയത്.
ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല. വീടിൻ്റെ ലോൺ, കൊച്ചിൻ്റെ പഠിത്തം, എൻ്റെ പാസ്റ്ററെ ആകമാനം പ്രഷർ കൊടുക്കുകയാണ്. എനിക്ക് അറിയത്തില്ല എന്നാ ചെയ്യണമെന്ന്. ഒരാഴ്ച ദൈവപ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് ദൈവം തുറന്ന ഒരു വാതിലെന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇയാൾ കയറിക്കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ആ ടെർമിനേഷൻ ലെറ്റർ അവരെ കൊണ്ട് ടൈപ്പ് ചെയ്യിപ്പിച്ച. ഞാൻ എന്താകാ പറ്റിയത്? പാസ്റ്ററെ, ഒരു പുതിയ കമ്പനിയിലോട്ട് ഞാൻ കയറി. ഇപ്പോൾ എനിക്ക് ഫാമിലിയെ കൂടെ ഇവിടെ വേണം കൊണ്ടുവരാം. ആ നിലയിലുള്ള ഫെസിലിറ്റി ഇപ്പോൾ വന്നേക്കുന്നേ. ഇന്നലകളിൽ ഇരുന്നിടത്ത് ഒറ്റപ്പെട്ടിരുന്ന് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് തള്ളി നിൽക്കുകയായിരുന്നെങ്കിൽ ഇനിയുള്ള സമയം അങ്ങനെയുള്ളതല്ല. നിൻ്റെ ജീവിതത്തിൽ ചിലത് നിനക്ക് നെഗറ്റീവായിട്ട് തോന്നാം, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് അല്പം കൂടെ ശ്രേഷ്ഠമായൊരു മേച്ചിൽപ്പുറത്തേക്ക് നിന്നെ നയിക്കുന്നതിൻ്റെ പദ്ധതിയാണ് നല്ല ഇടയൻ തുറക്കുന്നത്. പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട. ഇപ്പോൾ നിനക്കുള്ളതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്നിലേക്ക് ദൈവം നിന്നെ നയിക്കാൻ പോകുകയാണ്. ചില തലമുറകളെ നോക്കി ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിലൊന്ന് പ്രവചിക്കട്ടെ. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എന്നോട് ഇങ്ങനെ പറയുന്നു. ഞാൻ ഈ തലമുടികൾക്കിടയിൽ ഈ കുരുക്കൾ പോലെ വല്ലാത്ത ഒരു ത്വക്ക് രോഗത്തെ ഫേസ് ചെയ്ത് വേദനയോടും ഭാരത്തോടും കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കുട്ടിയെ ഇപ്പോൾ തൊടുകയാണ്. ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഇന്ന് തന്നെ ആ സ്കിന്നിൽ വെളിപ്പെടും. ഒരു ന്യൂ സ്കിൻ അവിടെ വന്ന് കവർ ചെയ്യപ്പെടുന്ന നിലയിൽ ഒരു ക്രിയേറ്റീവ് ഹീലിംഗ് അവിടെ നടക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ മാനസികാസ്വാസ്ഥ്യം വല്ലാത്ത നിലയിൽ, മനസ്സിനെ തകർക്കുന്ന നിലയിൽ ചില കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടിട്ട് ഇതിൻ്റെ ഭാവി എന്തായി തീരുമെന്നുള്ള അങ്കലാപ്പിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളെ, കർത്താവ് നിന്റെ തലമുറയെ തൊടാൻ പോവാ. ഒരു ദൈവിക സമാധാനം നിന്റെ വീടിനെ ഭരിക്കുന്ന കാഴ്ച നീ കാണും. നിന്റെ വീടിൻ്റെ മീതെ ഒരു മഴയത്ത് കൊട നൂർത്തൊരു മനുഷ്യൻ നിൽക്കുന്ന പോലെ ദൈവത്തിൻ്റെ സമാധാനം വിടരുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഇന്ന് നിന്റെ കൊച്ചിൻ്റെ മേലൊരു മാറ്റം സംഭവിക്കും. ഇന്ന് തന്നെ. അത് കാലങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല, ഇന്ന് തന്നെ അത് സംഭവിക്കും. ആ വലിയ വിടുതൽ നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നതായിരിക്കും. കാരണം നല്ല ഇടയൻ നിന്റെ മനസ്സിൻ്റെ വേദന അറിയുന്നു. അവിടെ നിന്ന് നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഞങ്ങളുടെ ദൈവമേ, സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, അത്ഭുതകരമായ അവിടുത്തെ വാഗ്ദത്തത്തിൽ ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് പകൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യേശു അപ്പാ, ഒത്തിരി സ്നേഹിക്കുന്ന അങ്ങേ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ കർത്താവേ അങ്ങ് എൻ്റെ കൂടെയുള്ളതാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എൻ്റെ കർത്താവ് എന്നെ അറിയുന്നു. എൻ്റെ ദൈവം എൻ്റെ കൂടെ നിൽക്കുന്നു. അവിടുത്തെ ശക്തി എൻ്റെ ജീവിതത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ നാനാ കോണുകളിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചന കേട്ട് മനസ്സിൽ പ്രതീക്ഷയോടുകൂടെ തൻ്റെ വിഷയങ്ങളുടെ പരിഹാരത്തിനായി തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ കൂടപ്പിറപ്പിൻ്റെ മേൽ നിൻ്റെ കൃപ സമൃദ്ധമായി ഇപ്പോൾ ചൊരിഞ്ഞ് ആ സങ്കടത്തെ പരിഹരിച്ച് വിടുതൽ സാധ്യമാക്കി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപയും നീതിദാനവും സൗഖ്യവും അനുഗ്രഹവും അങ്ങയുടെ പൊന്നുമക്കളുടെ മേൽ ചൊരിഞ്ഞിരിക്കുകയാൽ സ്തോത്രം. ആ ദൈവത്തിൻ്റെ അഭിഷേകം ഇവരുടെ മേൽ റിലീസ് ചെയ്യപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദുഃഖങ്ങൾ മാറട്ടെ, മനസ്സ് ശാന്തമാകട്ടെ. ഇന്ന് എൻ്റെ ദൈവം എൻ്റെ കരം പിടിക്കും. ഇന്ന് ചില അത്ഭുതങ്ങൾക്ക് ഞാൻ വിധേയനാകും. എൻ്റെ ദൈവം എൻ്റെ അവസ്ഥയ്ക്ക് മേൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഇടയനായ ജീവൻ തരുന്ന യേശു എന്നെ ചേർത്ത് പിടിക്കുന്നു. ഈ വലിയ ഉറപ്പിനാൽ അങ്ങയുടെ മക്കൾ നിറഞ്ഞിരിക്കുകയാൽ സ്തോത്രം. മനഃപൂർവമായ ചില ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറി വരും, ഒളിച്ചോടി വരും. എനിക്കത് പറ്റില്ല എന്ന നിലയിൽ ചില റെസ്പോൺസിബിലിറ്റികളിൽ നിന്നും മനഃപൂർവ്വമായി ഉൾവലിഞ്ഞു വരും. കർത്താവിനാൽ ബലം പ്രാപിച്ച് തിരിച്ചെത്താൻ പോകുന്നതിനായി സ്തോത്രം.
പ്രാർത്ഥനയോടെ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവപിതാവ് എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാവോ? ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളെ കൈവളെ കൊണ്ട് നടക്കും. നിങ്ങൾ നോക്കിക്കോ, ഉറപ്പായ കാര്യമാണ്. വേണമെങ്കിൽ ഒന്നുകൂടെ ഈ പ്രാർത്ഥന ഒന്ന് കേട്ടോ, നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾക്ക് ഉറപ്പ് കിട്ടും. അപ്പോൾ ഇന്നത്തെ ദൂതി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ കർത്താവ് സംസാരിച്ചുകൊണ്ടേയിരിക്കും, അത് വേറെ കാര്യം. നാളത്തെ പ്രവചനദൂതിൽ നമുക്ക് നേരിട്ട് കാണാം. നാളെ രാവിലെ നമ്മളുടെ കോട്ടയത്തെ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ വിശുദ്ധ കൂട്ടായ്മകൾ നടക്കുന്നത് നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.